വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കുർബാനയോടനുബന്ധിച്ച കുരുത്തോല പ്രദക്ഷിണം നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും, പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, തിരുവനന്തപുരത്തെ പ്രധാന പള്ളികളിൽ ഏത് രീതിയിലാണ് ഓശാന ആചരണം നടക്കുന്നത്? വിശ്വാസികൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നു എന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ുകൊണ്ട് ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുന്നത്. വലിയ തരത്തിലുള്ള പരിപാടികളാണ് തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും ഓശാന ഞായറിനോട് അനുബന്ധിച്ച് നടക്കുന്നത്. രാവിലെ നടന്ന കുരുത്തോല പ്രദക്ഷിണം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നഗരത്തിലൂടെ നടന്ന പ്രദക്ഷിണത്തിന് ശേഷമാണ്, കുരുത്തോല പ്രദക്ഷിണത്തിന് ശേഷമാണ് വിശുദ്ധ കുർബാന പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്നത്. അതിനു പുറമെ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലും വിപുലമായ കുരുത്തോല പ്രദക്ഷിണമാണ് നടന്നത്. അവിടെ ബസേലിയോസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ലൂർദ് ഫെറോന പള്ളിയിലും വിപുലമായ തരത്തിൽ തന്നെയായിരുന്നു കുരുത്തോല പ്രദക്ഷിണവും തിരുക്കർമ്മങ്ങളും വിശുദ്ധ ബലിയും നടന്നത്. സമാനമായ തരത്തിൽ ഇതിനുശേഷം ഒരു കുർബാനയും കൂടി എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലുമുണ്ട്. അപ്പോഴും രാവിലെ കുരുത്തോല പ്രദക്ഷിണവും നടക്കും. സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും ബിഷപ്പുമാരും മറ്റ് മുഖ്യ കാർമ്മികരും നേതൃത്വം നൽകുന്ന ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി, അതാണ് ഡാൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഒക്കെ ഭാഗമാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ ശശി തരൂരിന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇന്നത്തെ പ്രചാരണം പള്ളികൾ കേന്ദ്രീകരിച്ചായിരിക്കും അല്ലേ? സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഞായറാഴ്ച ക്രൈസ്തവ ദേവാലയങ്ങളിൽ എത്തുന്ന പതിവ് എല്ലാ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അത് ഇന്ന് ഈ കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെ നടക്കുന്നതിനാൽ രാവിലെ തന്നെ ദേവാലയങ്ങളിൽ സ്ഥാനാർത്ഥികൾ എത്തി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ശശി തരൂർ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വിശ്വാസ സമൂഹത്തിന് ഒപ്പമാണ് കുരുത്തോലയുമേന്തി ഈ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായത്. രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും ഇന്ന് ഈ വിശുദ്ധ ഭാരത്തിലേക്ക് കടക്കുന്നതിനോടനുബന്ധിച്ച് കുരുത്തോല പ്രദക്ഷിണം നടക്കുന്നതിൽ എല്ലാ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും എത്തുന്ന തരത്തിലാണ് 3 സ്ഥാനാർത്ഥികളുടെയും ഇന്നത്തെ പ്രചാരണ പരിപാടികൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, അതോടൊപ്പം കൊച്ചിയിൽ ഹൈബി ഈഡൻ എല്ലാം വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അശ്വതി, ശരി. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനമൊട്ടാകെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാനയോടനുബന്ധിച്ചുള്ള കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പിന്നീട് അവർ ഞാനോട് അവന്റെ വിഷ്വൽസ് കൊടുത്തോണ്ടിരിക്കും. ഇനി നമുക്ക് ചില ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകാം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും BRS നേതാവ് കെ കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ED. കെജ്രിവാൾ രാജിവെക്കണമെന്ന ആവശ്യം BJP ആവർത്തിക്കുമ്പോഴും ജയിലിലിരുന്ന് ഭരിക്കുമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. അതിനിടെ പഞ്ചാബിലെ മദ്യനയം അന്വേഷിക്കാൻ EDക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ER രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നത്. ER, കെജ്രിവാളിനെ കവിതയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് സംബന്ധിച്ചൊപ്പം BJP കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു എന്നുള്ളത് കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ജാഖറിന്റെ നേതൃത്വത്തിലാണ് BJP പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടത്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കണ്ടത്.
അതിൽ അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലെ മദ്യനയത്തിൻ്റെ ചുവട് പിടിച്ചാണ് പഞ്ചാബിലും മദ്യനയം നടപ്പാക്കിയത്. പ്രത്യേകിച്ച് ഈ മദ്യനയം നടപ്പാക്കാൻ വേണ്ടി പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ അടക്കമുള്ളവർ പലപ്പോഴായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഒത്താശയോടുകൂടി അവരുടെ അറിവോടുകൂടിയാണ് ഈ മദ്യനയം പഞ്ചാബിലും നടപ്പാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് പഞ്ചാബ് BJP ഘടകത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണം, ED അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ പഞ്ചാബിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്, മദ്യനയ അഴിമതി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും EDയുടെ കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാൾ തുടരുകയാണ്. ഇന്നലെ കെ കവിതയെ 3 ദിവസത്തേക്ക് കൂടി ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു കോടതി 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി ചോദിച്ചെങ്കിലും 3 ദിവസം കൂടി കസ്റ്റഡിയിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു റോസ് അവന്യൂ കോടതി. അപ്പോൾ സ്വാഭാവികമായും ഇനി കെജ്രിവാളിനെയും കെ കവിതയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് ആയിരിക്കും ED കടക്കുക. കാരണം കെ കവിത 100 കോടി രൂപ കെ കവിത വഴി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് നൽകി എന്നാണ് ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അത് തെളിയിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് ED വൃത്തങ്ങൾ ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടിയാകട്ടെ ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണെന്ന് ആവർത്തിക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടി നേതാക്കളെ ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവുകളും ഇതുവരെ EDയുടെ കൈവശമില്ല എന്ന് മാത്രമല്ല BJP തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം കളിക്കുന്നു എന്ന വാദമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ കോലം കത്തിക്കുമെന്ന പ്രഖ്യാപനം ആം ആദ്മി പാർട്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ITO അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള പ്രതിഷേധത്തിന് ഇന്നും സാക്ഷിയായിരിക്കും. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു ദേശീയ വാർത്ത, കേന്ദ്രത്തിനെതിരെ കർണാടക സുപ്രീം കോടതിയിലേക്ക് എത്തിയെന്നുള്ളതാണ്. കടുത്ത വരൾച്ച അനുഭവിക്കുന്ന സംസ്ഥാനത്തിന് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് കർണാടകയുടെ ആവശ്യം. ആവർത്തിച്ച് ആവശ്യം ഉന്നയിച്ചിട്ടും കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിനാൽ കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ഷാഫി പറമ്പിൽ അനുകൂലികൾക്ക് മാത്രം DCC ഭാരവാഹി പട്ടികയിൽ ഇടം നൽകിയതിനെ എതിർത്ത് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അസംതൃപ്തരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ AICC നേതൃത്വത്തിന് പരാതി നൽകി. തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനാണ് പരാതിക്കാർക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനും വിലക്കുണ്ട്. ഡാൻ കുര്യനാണ് ചേരുന്നത് തിരുവനന്തപുരത്തും വിവരങ്ങളുമായി. ഡാൻ, ഇത്തരത്തിൽ പട്ടിക നേതൃതലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള പട്ടികകൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാറുള്ളത് പതിവാണ്. ഇത്തവണയും അത്തരത്തിലുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് AICC നേതൃത്വത്തിന് അയച്ച കത്തിൽ പറയുന്നത്? അശ്വതി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലും ജില്ലാ ഭാരവാഹിത്വത്തിലും ഉൾപ്പെട്ടിരുന്ന നേതാക്കളെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുസംഘടനയുടെ ഭാഗമായി മാറ്റിയത്. അതിൽ ഉൾപ്പെട്ട ഷാഫി പറമ്പിൽ അനുകൂലികളായ മിക്ക ആളുകളെയും DCC ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ കുറച്ചു പേർ തടയപ്പെട്ടു. അവർ ഷാഫിയോട് ആഭിമുഖ്യം പുലർത്താത്തവരാണ്. അവരാണ് ഇപ്പോൾ AICC നേതൃത്വത്തിന് പരാതി നൽകിക്കൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും അർഹമായ പ്രാതിനിധ്യം തങ്ങൾക്കും നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന് എതിരെ AICC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. 16 ജനറൽ സെക്രട്ടറിമാരെയും 13 വൈസ് പ്രസിഡന്റുമാരെയാണ് ഇത്തരത്തിൽ DCC ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട പട്ടിക പുറത്തുവിട്ടത്. അതിലാണ് മുൻപ് സംസ്ഥാന ഭാരവാഹികളായിരുന്ന ഷാഫി പറമ്പിലിനോട് വിയോജിപ്പുണ്ടായിരുന്ന, ഷാഫി പറമ്പിലിനോട് ആഭിമുഖ്യം പുലർത്താതിരുന്ന നേതാക്കന്മാരെ പൂർണ്ണമായി വെട്ടിനിർത്തിയെന്ന ആക്ഷേപം ഉയരുന്നത്. പല യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി പരാതി നൽകിയ പല നേതാക്കളുമായി നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കുമ്പോഴും അവർ കൃത്യമായി പറയുന്നത് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ചക്കകം യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രതികരണത്തിലേക്ക് നേതാക്കൾ കടക്കുമെന്ന് തന്നെയാണ് സൂചന. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും നീങ്ങാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. അശ്വതി, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust.
നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. മത്സരിക്കാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാടാണ് ആശയക്കുഴപ്പത്തിന് കാരണം. ഉത്തർപ്രദേശിലെ 9 ഉൾപ്പെടെ 46 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതേസമയം പശ്ചിമബംഗാളിലെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി CPM പ്രഖ്യാപിച്ചു. ER രാഗേഷ് തരും വിവരങ്ങൾ. രാഗേഷ്, എന്തായാലും തങ്ങൾ മത്സരിക്കാനില്ലെന്ന് രാഹുലും പ്രിയങ്കയും പറയുമ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നതാണ് കാണുന്നത്. എന്തായിരിക്കും ഇനി കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? അശ്വതി, 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ കോൺഗ്രസിന്റെ പുറത്ത് വന്നത്. 46 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. UPയിലെ 9 മണ്ഡലങ്ങൾ ഈ 4ാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ റായ്ബറേലിയിലെയും ഒപ്പം തന്നെ അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ട ചർച്ചകളുടെ സമയത്ത് തന്നെ UPPCC പ്രമേയം പാസാക്കുകയും ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ചേരുമ്പോൾ UP ചർച്ചയ്ക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അമേഠിയും റായ്ബറേലിയും ചർച്ചയ്ക്കെടുത്തില്ല. പക്ഷേ ഇന്നലെ UPയിലെ 9 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ അമേഠിയും റായ്ബറേലിയിലും പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതൊന്ന്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനില്ല എന്ന നിലപാട് നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് വയനാട്ടിൽ നിലവിൽ മത്സരിക്കുന്നുണ്ട്, പക്ഷേ അമേഠിയിലേക്ക് വീണ്ടും മത്സരിക്കാൻ ചെല്ലുമ്പോൾ അത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ് നിലവിൽ. അപ്പോൾ കൂടുതൽ സമയം പ്രചാരണത്തിനായി അവിടെ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിച്ചാൽ മതി എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനില്ല, തൽക്കാലം പ്രചാര രംഗത്ത് തന്നെ തുടരാം എന്നൊരു അഭിപ്രായം പ്രിയങ്ക ഗാന്ധിയും പങ്കുവയ്ക്കുന്നു. ഇതാണ് ആശയക്കുഴപ്പത്തിനുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ UPയിലെ നേതാക്കൾ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തുള്ളവർ റായ്ബറേലിയിൽ പോലും മത്സരിച്ചില്ലെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികൾ വരണമെന്ന ആവശ്യമാണ് UPPCC മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല. അപ്പോൾ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ഈ നടപടി. ഏതായാലും ഇന്നലെ അജയ് റായുടെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് UPPCC അധ്യക്ഷൻ കൂടിയായ അജയ് റായ്. ഇത് 3ാം തവണയാണ് അജയ് റായ് വാരണാസിയിൽ മത്സരിക്കുന്നത്. ഒപ്പം സീനിയർമാരായ ചില നേതാക്കളുടെ പേരുകൾ കൂടി ഇന്ന് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ദിഗ്വിജയ് സിംഗ് ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചിരുന്നു. ഭോപ്പാലിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇത്തവണ രാജ്ഗഡ് മണ്ഡലത്തിൽ നിന്നാണ് ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നത്. ഒപ്പം BSPയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന സിറ്റിംഗ് MP അമ്രോയിൽ നിന്നുള്ള MP ആയ ഡാനിഷ് അലിയെ അമ്രോയിൽ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തമിഴ്നാട്ടിൽ മുൻ IAS ഓഫീസറായ ശശികാന്ത് സെന്തിലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവള്ളൂർ മണ്ഡലത്തിൽ നിന്നാണ് സെന്തിൽകുമാർ മത്സരിക്കുക. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ 7 സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ 2 സിറ്റിംഗ് MPമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അശ്വതി. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. വികസന ചർച്ചകളെ അപ്രസക്തമാക്കാനാണ് തനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളെന്ന തൃശൂർ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ന്യൂസ് 18നോട്. വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാവിലെ പള്ളിയിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ 2 വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണവും 2024 വരുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ, എന്താണ് ഒരു ആത്മവിശ്വാസം? അന്ന് ഒരു പകരക്കാരനായി വന്നു. അതും അവസാനം ഒരു 15-14 ദിവസമുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു ഭയങ്കര ഹാഷ് ക്യാമ്പയിൻ ഡ്രൈവിൽ പോകേണ്ടി വന്നു. അപ്പം അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റൂടെ 19 ശേഷം 5 വർഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം, അപ്പോൾ അതിൻ്റെ ഒരു പഠനം അവർക്ക് കിട്ടിയതിൻ്റെ ബലമാണ് 24-ൽ എനിക്ക് അധികമായിട്ട് ഉള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പല രാഷ്ട്രീയ എതിരാളികൾക്ക് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആകുന്ന സ്ഥാനം സുരേഷ് ഗോപി ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായി അതൊന്നും ഞാൻ നോക്കാറില്ല. അതൊക്കെ അവരുടെ ആവശ്യം, എനിക്കത് പ്രശ്നമല്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെന്നുള്ളതാണ് പറഞ്ഞു. എനിക്കത് പ്രശ്നമേ അല്ല, അതെന്റെ നോട്ടവുമല്ല. അവരങ്ങനെ പലതും പറയും,
അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അത് എന്നെ സംബന്ധിക്കുന്നതല്ല. അതിന്റെ മുന്നിലോ പിന്നിലോ അവരുടെയൊക്കെ തന്നെ നാമം അങ്ങ് ചേർത്താണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. കരുവന്നൂർ കാര്യമായി തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അവര് ആ കാശ് എല്ലാവർക്കും കൊടുത്താൽ മതി. അതിനാണോ മുഖ്യമന്ത്രി വന്നത്? കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുക മുഴുവൻ കാശ്. അതുപോലെ തന്നെ മാവേലിക്കര ബാങ്കിലാണ് ഞാൻ ആദ്യം സമരം ചെയ്തത് 2021. അന്ന് അതിനകത്ത് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കംപ്ലൈന്റിന്റെ പുറത്താണ് പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന 200-300 കേസുകൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ആ സ്ത്രീക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി. പണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം അവരുടെ വയ്യാത്ത അമ്മ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞ് കാശില്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന് ഗോവൻ ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞു, കോടതിയിൽ പോയി ക്വാർട്ടർലക്ഷ്യ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ ആവശ്യമുള്ളവർക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര ചിട്ടി കമ്പനികളാണ് പൂട്ടിച്ചത് അല്ലേ? പൈസ ഉടനെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ന്യായവും അന്യായവും ഉണ്ട്. അപ്പോ അത് പ്രൈവറ്റ് കമ്പനികളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ സ്വന്തം കാര്യത്തിൽ നോക്കുന്നത്? സ്വന്തം കപ്പലിൽ കള്ളന്മാരുണ്ടെങ്കിൽ അവരെ മുക്കുക, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്, മുഖ്യമന്ത്രിയെ. കേരളത്തിൽ പക്ഷേ ഇ ഡി അത്തരത്തിൽ ഇടപെടൽ ഇ ഡി കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷനിലാണ്. എന്റെ അടുത്ത് തൃശ്ശൂർ കാൻഡിഡേറ്റ് ആ രീതിയിൽ സംസാരിക്കും. ഓക്കെ. അപ്പോൾ ഈ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞ വ്യക്തികളല്ലേ ഇവിടെ രാഷ്ട്രീയമാണ് ഇവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയം തന്നെ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? വ്യക്തികൾ ജനങ്ങളാണെങ്കിൽ അവരെ പ്രജകളാക്കി മാറ്റിയത് ആരാണ് എന്ന് നല്ലതുപോലെ കഴിഞ്ഞ ഒരു 40 വർഷത്തെയെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തന ക്ഷമത അത് അളന്നുകൊണ്ട് സംസാരിക്കണം അല്ലേ? ഓരോ 5 വർഷവും അങ്ങ് പതിച്ചെടുത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പതിച്ചെടുത്തിട്ട് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആ പതിച്ചെടുത്ത ആൾക്കാരുടെ പ്രവർത്തനത്തിലൂടെ എന്ത് നേടാൻ കഴിഞ്ഞു? ജീവിതമാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ സംസ്ഥാനത്ത് കാര്യമായി തന്നെ ഭരണവിരുദ്ധ വികാരം പ്രകടമായി ഉണ്ടോ? ഉണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? അത് അവർ നിശ്ചയിക്കും, ആ ജനങ്ങൾ നിശ്ചയിക്കും. അതാണ് റിസൾട്ട് ആവുക. ഏതൊക്കെ മേഖലകളിലാണ് ചേട്ടാ തൃശ്ശൂരിൽ ഇത്രയും ദിവസം പ്രചരണം നടത്തിയപ്പോ വലിയ സ്വീകാര്യത? 14 പ്രദേശങ്ങളിലും പോയി സ്വീകാര്യത വ്യക്തി എന്ന നിലയ്ക്ക് വരുന്നതുണ്ടാവും, രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ഉള്ള സ്വീകാര്യതയുണ്ടാവും, പുതിയ പ്രതീക്ഷ, പുതിയ അവരുടെ തീരുമാനങ്ങളിലെ മാറ്റം എന്ന നിലയ്ക്കൊക്കെയുള്ള സ്വീകാര്യതയുണ്ടാവും. അത് നമുക്ക് 26-ാം തീയതി രേഖപ്പെടുത്തി കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കൂ. ശരി, അതാണ് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകൾ. അതേസമയം വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരനും. തൃശ്ശൂരിൽ വ്യക്തികളല്ല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. കെ കരുണാകരന്റെ മക്കൾ തൃശ്ശൂരിൽ ജയിക്കില്ലെന്ന വിലയിരുത്തലുകൾക്ക് ഈ തെരഞ്ഞെടുപ്പോടെ അവസാനമാകുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. മുരളിയുടെ നമസ്കാരം. ഇപ്പോ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം അതിന്റെ അവസാന ഭാഗത്തിലെത്തിയെന്നാണ് അറിയുന്നത് അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഒരു ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായി, ഇനിയിപ്പോൾ 2ാം ഘട്ടം തുടങ്ങുക. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് അങ്ങയുടെ തൃശ്ശൂരിലെ ഒരു എൻട്രി വിലയിരുത്തിയിരുന്നത്. അതിന് സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ UDFന്റെ താഴെ തട്ട് മുതലേക്ക് പ്രവർത്തിക്കുക. എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF നേതൃത്വവും താഴെ തട്ടിലൊക്കെ പ്രവർത്തനം. ഇത് മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു. കെ കരുണാകരന്റെ മക്കൾ തൃശ്ശൂരിൽ ജയിക്കില്ല എന്നുള്ള പ്രചാരണം ഒരു വശം നടക്കും. അത് ഇത്തവണത്തോടെ ആ പ്രചരണം അവസാനിക്കും. അത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും. അത് ജനങ്ങൾ തവണ കോൺഗ്രസിന്റെയും UDFന്റെയും ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിജയം തവണ തൃശ്ശൂരുണ്ടാവും. മറ്റ് രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങളും അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളാണ്. അത് ഇനി ഈ മണ്ണിൽ ചെലവാവില്ല. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്? അല്ല, ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത. BJPയെ നേരിടാൻ ശക്തിയുള്ള ഏക പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം 2 വെള്ളത്തിലും ചവിട്ടുകയാണ്. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുക. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം, ബംഗാളിൽ സഖ്യം, ത്രിപുരയിൽ സഖ്യം, രാജസ്ഥാനിലും സഖ്യം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്.
അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയമില്ല. ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അനിവാര്യത. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം. ഈ CAA വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടക്കുന്നത്. എങ്ങനെ കാണുന്നു? ഈ കേസുകൾ അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു എന്താ പറയേണ്ടത്, രണ്ട് വള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം, മൈനോറിറ്റിക്കറിയാം. അവർക്ക് ഈ കാര്യത്തിൽ അവർ ഒരിക്കലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കില്ല പൂർണ്ണമായിട്ടും. കാരണം ഈ നിയമം നടപ്പാക്കാതിരിക്കേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും കേരളത്തിലെ മൈനോറിറ്റി സ്വീകരിക്കില്ല. ഈ മുസ്ലിം സമുദായ സംഘടനകൾ പലതും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, സജീവമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. CM-ഉം സംസ്ഥാന സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ കാണുന്നു? ഈ പറയുന്ന പലരുടെയും പേരിൽ ഇപ്പോഴും കേസുകളുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള CM-നെ ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചെലവാവില്ല. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും രണ്ടുപേരും, സുരേഷ് ഗോപി വളരെ മുമ്പ് പ്രചരണം തുടങ്ങി, സുനിൽകുമാർ അങ്ങേക്ക് മുമ്പേ പ്രചരണം തുടങ്ങി. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? അല്ല, ഇപ്പൊ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടല്ലേ. അതിൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും. അതാണ് എന്റെ പ്രതീക്ഷ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ഗിമ്മിക്കുകളിൽ നിന്നൊക്കെ എതിരാളികൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെയും സുരേഷ് ഗോപിയുടെയും ഭാഗത്തുനിന്നുണ്ടാവുന്നു. കോൺഗ്രസിന്റെ എങ്ങനെയാണ് ഇത് നേരിടുന്നത്? അല്ല, അതൊന്നും ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ഇലക്ഷനെ നേരിടാൻ. അല്ലാതെ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രചരണം നടത്തേണ്ടത്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷവും പിന്നെ BJPക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല, അവരൊട്ടും കാണിക്കില്ല. ഏതായാലും ഇതിനെയൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങളും പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണ്. അതുകൊണ്ട് ഇതൊന്നും ഈ മണ്ണിൽ ചെലവാവില്ല. എങ്ങനെ ഈ ഒരു ഇപ്പോൾ കുറേ ദിവസമായി പത്മജ BJPയിലേക്ക് പോയിട്ട് അവർ പല വേദികളിലും സജീവമായിട്ടെന്ന് പറയുന്നത് കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ് ജയിപ്പിക്കില്ല, കരുണാകരൻ്റെ മക്കളെ തൃശ്ശൂരിൽ ജയിപ്പിക്കില്ല എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് മറുചേരിയിൽ നിന്നിട്ട് അതിന് വ്യക്തിപരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്? അതിലൊരു പ്രയാസമില്ല. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, അത് മൊത്തത്തിൽ നടത്തുന്ന ഒരു പ്രചാരണമാണ്. അത് ഇത്തവണ ഇവിടെ ആവർത്തിക്കില്ല. കാലം മാറി, അതിനനുസരിച്ച് സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് പോലെ, ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടാണ്. എങ്ങനെയുണ്ട് ഈ ഇതുവരെയുള്ള പ്രചരണ റെസ്പോൺസ്? ഇതുവരെയുള്ളത് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഒരുപാട് സമയം കൂടുതൽ കിട്ടുന്നത് എങ്ങനെ കാണുന്നു പ്രചരണത്തിന്? രണ്ട് കാര്യമാണ്. ഒന്ന് കാലാവസ്ഥ, രണ്ട് സാമ്പത്തികം. ഇത് രണ്ടുമാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Co-presented by Berger Paints, 100 years of trust. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വെള്ളുമണ്ണടി ചക്കക്കാട് സ്വദേശി ഉണ്ണിയാണ് മരിച്ചത്. ഉണ്ണിയും സുഹൃത്തുക്കളും പുഴയിൽ നിന്ന് മീൻ പിടിച്ചു മടങ്ങവെയായിരുന്നു അപകടം. പുലർച്ചെയാണ് സംഭവം. വിവരങ്ങളുമായി VV വിനോദ് ചേരും തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു ഉദാഹരണമായ സംഭവം. വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് വെള്ളമണ്ണടി സ്വദേശി ഉണ്ണിയാണ് ഇങ്ങനെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് മീൻ പിടിക്കാൻ പോയതായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണ നിലയിൽ ഈ ശനിയാഴ്ച രാത്രി ഇവിടെയുള്ള യുവാക്കൾ ഇങ്ങനെ സമീപത്തെ ജലസ്രോതസ്സിൽ നിന്ന് മത്സ്യബന്ധനം നടത്താറുണ്ട്, മീൻ പിടിക്കാറുണ്ട്. അതിനുശേഷം ഈ മടങ്ങിപ്പോകുന്ന വഴിക്കാണ് ഷോക്കേറ്റ് മരിച്ചത്. ഈ വസ്തുവിന്റെ ഉടമ അവിടെ ഈ പന്നികളുടെ ശല്യം കാരണം കറണ്ട് കമ്പി വലിച്ചതായിരുന്നു. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഇങ്ങനെ ശല്യമുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെയും ഇങ്ങനെ പന്നിശല്യം ഉണ്ടായിരുന്ന സ്ഥലമല്ല. നമ്മൾ നേരത്തെയൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ വന്യമൃഗശല്യം വലിയ തോതിൽ കേരളത്തിൽ അനുഭവപ്പെടുന്നതിന്റെ മറ്റൊരു ഇടമായി ഈ പ്രദേശവും മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടുത്തെ പല വസ്തുവിന്റെ ഉടമകളും ഇത്തരത്തിലുള്ള വൈദ്യുത വേലികൾ സ്ഥാപിച്ചത്. വലിയ തോതിൽ വൈദ്യുതി കടന്നു പോകുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംഭവം നടന്നത്. ഉടമയെ വിശദമായ ചോദ്യം ചെയ്യുന്നത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നെല്ലിയാമ്പതി ചുരം പാതയിൽ വഴിമുടക്കി കാട്ടാനകൾ. ഇന്നലെ വൈകിട്ടാണ് ആനയും 2 കുട്ടികളും വഴിമുടക്കി നിന്നത്. ചുരം പാതയിൽ 14 വ്യൂ പോയിന്റിന് താഴെ ഓടക്കാടുകൾക്ക് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കുറച്ചു സമയം റോഡിൽ നിലയുറപ്പിച്ച ശേഷം ആനക്കൂട്ടം കാട് കയറി.
അപ്പോൾ സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.